ഏതാനും ചില ആളുകൾ നേതൃത്വം കൊടുക്കുന്ന ഒരു കോക്കസ് നേതൃത്വം കൊടുക്കുന്ന സംവിധാനമായി കോൺഗ്രസ് മാറുന്നു എന്നുള്ളത് ഞങ്ങളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് കൂടുതൽ വെളിവാക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഒരു ശരി. കോൺഗ്രസ് രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഗവൺമെന്റ് ഈ നാട്ടിൽ ഉണ്ടാകുമെന്നും അതിന് കോൺഗ്രസിന് പുനഃസംഘടന നടക്കണമെന്നും കോൺഗ്രസിന് നല്ല നേതാക്കൾ വരണമെന്നും പ്രതീക്ഷിക്കുന്ന ഒരു ജനതയൊന്നും കേരളത്തിലില്ല. കേരളത്തെ സംബന്ധിച്ച് ഈ ജനങ്ങളോട് പറഞ്ഞ വാക്കുകൾ ദിനേന മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ തന്നെ ഇന്നോ ഇന്നലെയോ വന്നൊരു വാർത്ത, ഇപ്പോ ഈ വാഹനങ്ങളുടെ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് അതെല്ലാം നമ്മൾ നടപ്പിലാക്കും എന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റ് ആണല്ലോ, മുഖ്യമന്ത്രിയാണല്ലോ കേരളം ഭരിക്കുന്നത്. ഇന്ന് ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ മറ്റേതെങ്കിലും ഒരു അപകടകരമായ വിധമല്ലാത്ത തരത്തിൽ ഒരു മോഡിഫിക്കേഷൻ നടത്തിയതിന്റെ പേരിൽ 5000 രൂപ ഫൈൻ അടച്ചിട്ടുള്ള ഒരു വാർത്ത പുറത്തു വരികയാണ്. അപ്പൊ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ, മാധ്യമ പ്രവർത്തകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തില്ല എന്ന് പറഞ്ഞ അതേ മുഖ്യമന്ത്രി, മാധ്യമങ്ങൾ ഒരു വിഷയത്തിൽ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാൻ എല്ലാ ദിവസവും അദ്ദേഹത്തെ കണ്ടപ്പോൾ പരിഹസിച്ചുകൊണ്ട് അതിന് മറുപടി പറയാതെ, പഠിച്ചിട്ട് പറയാം എന്നൊരു കാര്യം പോലും പറയാതെ മാധ്യമങ്ങളെ പരിഹസിച്ചതും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.